ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നേതൃമാറ്റ വാർത്തകൾ നിഷേധിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഇക്കാര്യത്തിൽ പാർട്ടി ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. ഞങ്ങളുടെ ഇടയിൽ ഒരു തീരുമാനം എടുക്കാത്ത കാര്യം ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ആര് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു? കോൺഗ്രസ് പാർട്ടി പറഞ്ഞോ നിങ്ങളോട് തിങ്കളാഴ്ച പുതിയ തീരുമാനം വരുന്നു? പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ നിങ്ങളുണ്ടാക്കിയ വാർത്തയല്ലേ? കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടു, റോബർട്ട് ഭദ്ര ചിലർക്ക് വേണ്ടി നിൽക്കുന്നു. എന്തൊരു അസംബന്ധമാണ് ഇതൊക്കെ. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, കെ സുധാകരൻ തന്നെ തുടരും. ന്യൂസ് 18 നൽകിയ വാർത്ത ശരിവെക്കുകയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ. പറയൂ വിശദാംശങ്ങൾ. ഡാൻ കേൾക്കുന്നുണ്ടോ? ഡാൻ കേൾക്കാമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ന്യൂസ് 18 ഇത്രയും ദിവസം നൽകിക്കൊണ്ടിരുന്ന വാർത്ത, അതായത് KPCC തലപ്പത്ത് മാറ്റമുണ്ടാകുന്നില്ല, കെ സുധാകരൻ തന്നെ തുടരും എന്നുള്ള ആ വാർത്ത ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. കെ സുധാകരൻ തന്നെ തുടരും, മറ്റു തരത്തിൽ പ്രചരിച്ച വാർത്തകളെല്ലാം തെറ്റാണ്, പാർട്ടി നേതൃത്വ മാറ്റവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് KC വേണുഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ഡാൻ, വിശദാംശങ്ങൾ നൽകൂ. കേരളത്തിലെ മുഴുവൻ വാർത്താ മാധ്യമങ്ങളും ന്യൂസ് 18 ഒഴികെയുള്ള മുഴുവൻ മാധ്യമങ്ങളും അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റുമെന്ന് തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്ന വാർത്തകൾക്കിടയിലാണ് ഡൽഹിയിലെ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന കോൺഗ്രസ് AICC പ്രതിനിധികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തുടർച്ചയായി അധ്യക്ഷ സ്ഥാനത്ത് സുധാകരൻ തന്നെ തുടരുമെന്ന വാർത്ത നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ടാണ് AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായും അതോടൊപ്പം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും കെ സുധാകരൻ നടത്തിയ കൂടിക്കാഴ്ചയാണ് ഒരുപാട് അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചത്. ആ അഭ്യൂഹങ്ങളാണ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റുന്നതിന് മുന്നോടിയായുള്ള യാത്രയയപ്പാണ് ഡൽഹിയിൽ നടന്നത് എന്ന വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ പോയത്. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ 4 വർഷം അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, അത് 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും കോൺഗ്രസിന് നൽകിയ ആവേശം, സംഘടനാ തലത്തിൽ ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അത് മുഴുവൻ അക്കമിട്ട് നിരത്തി കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെയും രാഹുൽ ഗാന്ധിയെയും ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അതിനിടയിലാണ് അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റണമെന്ന ആവശ്യവുമായി അധ്യക്ഷ സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്ന പ്രധാനപ്പെട്ട ചില നേതാക്കൾ ദേശീയ നേതൃത്വത്തെ സമീപിച്ചത്. അവിടെയാണ് അദ്ദേഹം ഒരു തുറുപ്പ് ചീട്ട് വെച്ചത്. അങ്ങനെയെങ്കിൽ അനാരോഗ്യം അയോഗ്യതയാക്കി തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ കണ്ണൂർ MP സ്ഥാനവും താൻ രാജിവെക്കുമെന്ന കൃത്യമായ ഒരു നിർദ്ദേശം ദേശീയ നേതൃത്വത്തിന് മുമ്പിൽ കെ സുധാകരൻ മുമ്പോട്ട് വെക്കുകയായിരുന്നു. അങ്ങനെയാണ് നേതൃത്വം പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ടായത്. ഒടുവിൽ സുധാകരൻ പിടിച്ച അതേ വഴിയിലേക്ക് ദേശീയ നേതൃത്വം വരുന്ന സാഹചര്യം, അത് കൃത്യമായി KPCCയുടെ അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് ഔദ്യോഗികമായ പ്രഖ്യാപനം KC വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. കെ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും ഇനി നടത്തുക എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. യെസ്, ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഡാൻ സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ മറ്റ് വാർത്താ മാധ്യമങ്ങളെല്ലാം കെ സുധാകരൻ മാറും, പകരം ഒരാൾ ആ നേതൃസ്ഥാനത്തേക്ക് വരുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ന്യൂസ് 18 മാത്രമാണ് മാറില്ല, കെ സുധാകരൻ തന്നെ ആ സ്ഥാനത്ത് തുടരും എന്ന് നിരന്തരം വാർത്ത നൽകിക്കൊണ്ടിരുന്നത്. ആ വാർത്ത ശരിവെക്കുകയാണ് ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അദ്ദേഹം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുന്നു, നേതൃമാറ്റ ചർച്ചകൾ അത്തരത്തിൽ ഒന്നും പാർട്ടിയിൽ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെ. കെ സുധാകരനെ മാറ്റുന്ന കാര്യം അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഡൽഹിയിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്ന തരത്തിലായിരുന്നു മറ്റ് മാധ്യമങ്ങളൊക്കെയും വാർത്ത നൽകിയിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ആദ്യം ന്യൂസ് 18 തന്നെയാണ് കെ സുധാകരനോട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരണം ചോദിച്ചത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, തന്നോട് അത്തരത്തിൽ ഹൈക്കമാൻഡ് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, താൻ മാറണമെന്നോ തന്നെ മാറ്റുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായിട്ടോ ഒരു കാര്യമോ പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിനോട്
അദ്ദേഹം പറഞ്ഞതിനപ്പുറം ഇത്തരത്തിലുള്ള ചില ചർച്ചകൾ അദ്ദേഹത്തിനെ മാറ്റുന്നുണ്ട് എന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയായിരുന്നു മറ്റു മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയിരുന്നത്. എന്നാൽ അതൊക്കെ തെറ്റാണ്. ന്യൂസ് 18 നൽകിയ വാർത്തയാണ് ശരിയായ വാർത്ത എന്ന തരത്തിലാണ് ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നിട്ടുള്ളത്.